യശയ്യാ 36 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സെനാകെരീബിന്റെ ആക്രമണം. ഹെസെക്കിയാ രാജാവിന്റെ 14 ഭരണവർഷം അസീസിയ രാജാവായ സെനാകെരീബ് യൂദയിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ച് പിടിച്ചടക്കി. അസീസിയ രാജാവ് ലഖീഷിൽ നിന്ന് റബ്ഷക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസെക്കിയാ രാജാവിന്റെ നേർക്ക് അയച്ചു. അവൻ അലക്കുകാരന്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിന്റെ ചാലിനരികിൽ നിലയുറപ്പിച്ചു. അപ്പോൾ അവന്റെ അടുത്തേക്ക് ഹില്ക്കീയായുടെ പുത്രനായ എലിയാക്കീം എന്ന കൊട്ടാര വിചാരക്കുകാരനും ഷെബ്ന എന്ന കാര്യവിചാരകനും ആസാഫിന്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്ത ലേഖകനും ചെന്നു. റബ്ഷക്ക അവരോട് പറഞ്ഞു, ഹിസ്കിയായോട് പറയുക, മഹാനായ അസീസിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിന്റെ അടിസ്ഥാനം എന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിന്റെ ശക്തിയും ആകുമെന്ന് നീ വിചാരിക്കുന്നു. എന്നെ എതിർക്കാൻ തക്ക വിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊഞ്ഞി നടക്കുന്നവന്റെ ഉള്ളം കൈയിൽ തുളച്ചു കയറുന്ന കുട്ടിയ ഓടത്തന്നെ തുല്യമാണിത്. ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. തങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നതെന്ന് നീ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതിയെന്ന് യൂദയോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവന്റെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസെക്കിയ നശിപ്പിച്ചത്. എന്റെ യജമാനനായ അസീസിയ രാജാവുമായി ബന്ധം വയ്ക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനായകനെ എങ്കിലും വിളിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിന്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കീമും ഷെബ്നായും യോവാഹും കൂടി റബ്ഷക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരുടെ ദയവായി അലമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ഷക്ക മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കളും തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനതയോടല്ലാതെ നിന്നോടും എന്റെ യജമാനോടും ഈ വാക്കുകൾ പറയാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ഷക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസീസിയ രാജാവിന്റെ വാക്കുകൾ ശ്രവിച്ചാലും. രാജാവ് പറയുന്നു, ഹെസെക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കാനാണ് കഴിയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീസിയ രാജാവിന്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസെക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസെക്കിയയുടെ വാക്ക് ശ്രദ്ധിക്കരുത്. അസീസിയ രാജാവ് പറയുന്നു, സമാധാനം ഉടമ്പടി ചെയ്ത് നിങ്ങൾ എന്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്ന് അത്തിവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധ്യാനങ്ങളുടെയും വീടിന്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതുവരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ഹെസെക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതകളുടെ ദൈവൻ അസീസിയ രാജാവിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിന്റെയും അർപ്പാദിന്റെയും ദേവന്മാരവിടെ? സെഫാവീമിന്റെ ദേവന്മാരവിടെ? സമരിയയെ എന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ? ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എന്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എന്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹില്ക്കീയായുടെ പുത്രനും കൊട്ടാര വിചാരക്കുകാരനുമായ എലിയാക്കീമും കാര്യവിചാരകനുമായ ഷെബ്നായും ആസാഫിന്റെ പുത്രനും ദിനവൃത്തത്തിന്റെ ലേഖകനുമായ യോവാബും ഹെസെക്കിയയുടെ അടുത്ത് മടങ്ങി വന്ന വസ്ത്രം കീറിക്കൊണ്ട് റബ്ഷക്കയുടെ വാക്കുകൾ അറിയിച്ചു. യജമാനൻ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുക.